ചെറുപ്പക്കാർ ചൊണക്കുട്ടികൾ നടത്തുന്ന ശൈഖുനാ ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും ആണ്ടു നേർച്ചയ്ക്ക് പോയി. വൈകുന്നേരമായ എന്നോട് ഒരാൾ പറഞ്ഞു, ചെറുപ്പക്കാരന് പറഞ്ഞു, ബഷീർ എന്നാണ് അവന്റെ പേര്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനത് ഒരിക്കൽ കേരളത്തിലെ ഏതെങ്കിലും സദസ്സിൽ പറയുമെന്ന്. ഈ യൂട്യൂബ് ഒരുപക്ഷെ ഈ ചാനൽ ഇത് വരും. കേൾക്കണം നിങ്ങൾ. അന്തമാൻ നിക്കോബാർ ദ്വീപിന്റെ മണ്ണിൽ അവിടെ പുറ്റുകളുടെയും കടൽ തീരങ്ങളുടെയും മനോഹരമായ ഐലൻഡിന്റെ ഭൂമിയിൽ ഒരു ബഷീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഹാർട്ട് രോഗിയാണ്. ഹാർട്ട് സംബന്ധമായ അസുഖമുള്ള ചെറുപ്പക്കാരൻ. എയർപോർട്ടിലൊക്കെ വരുമ്പോൾ സ്വീകരിക്കാൻ അദ്ദേഹം വരാറുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ വരാത്ത ഒരു തങ്ങന്മാരുമില്ല. ആ ചെറുപ്പക്കാരന്റെ വീട്ടിൽ കയറി ദുആ ചെയ്ത് ശംസുൽ ഉലമയുടെ മൗലൂദ് ഓതിയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ അറിയാതെ വീട്ടിന്റെ മുകൾ ഭാഗത്തേക്കൊന്ന് നോക്കി. എനിക്ക് കാണിച്ചു തന്നു, ഇത് ജമലുൽ തങ്ങൾ താമസിച്ച വീടാ, ഇത് കോഴിക്കോട്ടെ ഖാദി ഹയ്യ തങ്ങൾ ഉദ്ഘാടനം ചെയ്ത വീടാ. ഞാനിങ്ങനെ നോക്കിയപ്പോ വീട്ടിന്റെ മുറ്റത്ത് ഒരു വീട്ടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു മനോഹരമായ സമസ്തയുടെ കൊടി, ഒരു കൊടി. ഞാൻ ചോദിച്ചു, പൊന്നുമോനെ ബഷീറേ, ഞങ്ങൾ കൊടി കെട്ടാറുണ്ട്, വാഹനത്തിൽ കൊടി കെട്ടാറുണ്ട്, ഞങ്ങൾ കൊടി വലിയ കമ്പിൽ കെട്ടി കൊടി ഉയർത്താറുണ്ട്, ഞങ്ങൾ പതാക ഫ്ലാഗ് ഉയർത്താറുണ്ട്, ഫ്ലാഗ് കെട്ടാറുണ്ട്. ഇതെന്താ മോനെ, വീട്ടിന്റെ മനോഹരമായ വീട്ടിന്റെ മുന്നിൽ വീട്ടിന്റെ മുകളിൽ ഒരു കൊടി എന്താണ്? അവൻ പറഞ്ഞു, ഇത് എന്റെ വീട്ടിന്റെ കാവലാണ്. കേൾക്കണം, പ്രവർത്തകന്മാർ കേൾക്കണം, ഇതെന്റെ വീട്ടിന്റെ കാവലാണ്. അത് കേവലം ഒരു തമാശയല്ല, വീട്ടിന്റെ കാവലാണ് ഈ പ്രസ്ഥാനത്തിന്റെ കൊടി എന്ന് പറയുമ്പോ ആ ബഷീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളിൽ ആ പ്രസ്ഥാനത്തോടുള്ള സ്നേഹം എത്രയാ, അതിന്റെ ആഴം എത്രയാ, അതിന്റെ കട്ടി എത്രയാ, അതിന്റെ മഹത്വം എത്രയാ. ചെറുപ്പക്കാരൻ പറയുകയാ, എന്റെ കാവലാ തങ്ങൾ പപ്പ ഈ സമസ്തയുടെ കൊടി. ഒരു വീട്ടിന്റെ കാവലും മാത്രമല്ല, അതൊരു ഉമ്മത്തിന്റെ കാവലാണ്, അതൊരു ഉമ്മത്തിന്റെ കാവലാണ്, അതൊരു യുവത്വത്തിന്റെ കാവലാണ്, അതൊരു സമൂഹത്തിന്റെ കാവലാണ്. ആ കൊടി നമുക്ക് നൽകിയ പ്രസ്ഥാനം സമസ്ത. ആ സമസ്തയും നമുക്ക് അഭിമാനമാണ്. ആ സമസ്തയുടെ ചെറുപ്പക്കാർ അണിനിരുന്ന പ്രസ്ഥാനമാണ് SKSSF. ഞാൻ അവസാനിപ്പിച്ചോട്ടെ. ഞാൻ അഭിമാനം കൊണ്ടു ഇവിടുന്ന് കുറെ ആളുകൾ വയനാട്ടിലേക്ക് പോയല്ലോ അല്ലേ? എന്തുണ്ടായപ്പോ പ്രളയമുണ്ടായപ്പോ പോയിട്ടില്ലേ? പോയി. മനുഷ്യർ, അവിടുത്തെ ഡോക്ടർമാര് പോലും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകന്മാര് പോലും മടിച്ചു നിന്ന സമയത്ത് പുഴുക്കളരിക്കുന്ന ശവശരീരങ്ങൾ